ദിവസത്തിൽ ആകെ 1.5 മണിക്കൂർ മാത്രമേ ഉറങ്ങൂ. തൻ്റെ ജീവിതകാലം മുഴുവൻ ദൈവത്തോടുള്ള സ്നേഹത്താൽ അത്രയും കത്തിയെരിഞ്ഞ് പ്രാർത്ഥനയുടെ നിമിഷങ്ങളാക്കി മാറ്റിയ അത്ഭുത വ്യക്തിത്വത്തിൻ്റെ ഒരു ഉടമ വിശുദ്ധ പീറ്റർ അൽക്കാന്തര. വിശുദ്ധനെ നമുക്കിപ്പോൾ പരിചയപ്പെടാം. സ്പെയിനിൽ അൽക്കാൻഡ്ര എന്ന പട്ടണത്തിലാണ് പീറ്റർ അൽക്കാൻഡ്ര ജനിക്കുന്നത്. പിതാവ് പീറ്റർ ഗാരാവിറ്റ ഒരു പ്രഭു കുടുംബാംഗമാണ്. അമ്മയും ഒരു പ്രഭു കുടുംബത്തിൽ നിന്ന് വന്നവളാണ്. 1499 പീറ്റർ ജനിക്കുന്നത്. വളരെ ഭക്തിയിലും സ്നേഹത്തിലുമാണ് ഈ മാതാപിതാക്കൾ തൻ്റെ മകനെ വളർത്തിയത്. സ്കൂളിൽ നല്ല വിദ്യാഭ്യാസമൊക്കെ നൽകി. ആ കാലഘട്ടത്തിൽ തന്നെ സ്നേഹിച്ച പ്രഭുവായ തൻ്റെ അപ്പൻ ഈ ലോകത്തോട് വിട പറയുകയാണ്. അമ്മ രണ്ടാമതൊരു വ്യക്തിയെ കിട്ടി. രണ്ടാമതായി വന്ന അപ്പനും വളരെ സ്നേഹമാണ് മകനോട്. മകൻ്റെ ചായ്വും താല്പര്യങ്ങളുമൊക്കെ ശ്രദ്ധിച്ചപ്പോൾ അപ്പന് മനസ്സിലായി മിക്കവാറും സന്യാസിയാകാനുള്ളൊരു പുറപ്പാടാണ്. അങ്ങനെ ആകാതിരിക്കാൻ വേണ്ടിയിട്ട് അകലെ സലമാങ്കയിൽ യൂണിവേഴ്സിറ്റിയിൽ ഉപരിപഠനത്തിന് വിട്ടു. പക്ഷേ ആ വിദ്യാഭ്യാസവും ഉപരിപഠനവും കഴിഞ്ഞ് തിരിച്ചു വന്ന് ഒരു സന്യാസിയാകാൻ, ഒരു ഫ്രാൻസിസ്കൻ സന്യാസിയാകാനായിട്ട് ആഗ്രഹിക്കുകയാണ്. അങ്ങനെ ഫ്രാൻസിസ്കൻ ഒബ്സർവൻസ് എന്ന സന്യാസ സമൂഹത്തിൽ അംഗത്വം സ്വീകരിച്ചു. അത് പോർച്ചുഗലിൽ തന്നെയാണ്. പോർച്ചുഗലിനും സ്പെയിനിനും ഇടയ്ക്ക് ഒരു പർവ്വത പ്രദേശമുണ്ട്. ആ സ്ഥലത്തെ ആശ്രമത്തിലേക്കാണ് അദ്ദേഹം പോയത്. സന്യാസ സമൂഹത്തിലേക്ക് പ്രവേശിച്ചു. പരിശീലന കാലഘട്ടത്തിൽ സമൂഹത്തിലെ ദേവാലയത്തിലെ അൾത്താര ജോലിയാണ് കൂടുതലായിട്ട് ചെയ്തത്. തുടർന്ന് കിച്ചണിലെ ജോലി, ഊട്ടുമുറിയിൽ ഭക്ഷണം വിളമ്പാൻ, അതുപോലെ തന്നെ ഗേറ്റ് കീപ്പറായിട്ട് വാച്ച്മാൻ പോലെയായിട്ടും കൂടെ നിന്നിട്ടുണ്ട്. അതുകൊണ്ട് വാച്ച്മാൻമാരുടെ കൂടെ മധ്യസ്ഥനാണ് വിശുദ്ധ പീറ്റർ അൽക്കാൻഡ്ര. ഭക്ഷണം വിളമ്പാനുള്ള ജോലി കിട്ടുമ്പോൾ പീറ്ററിൻ്റെ ശ്രദ്ധ മുഴുവനും ഒരു പ്രാർത്ഥനയിലാണ്. എപ്പോഴും ഒരു ഈശോയുമായിട്ടുള്ളൊരു കോണ്ടാക്റ്റിൽ. അപ്പോൾ ചിലപ്പോൾ സ്ഥലകാല ദൗത്യങ്ങൾ, ഉത്തരവാദിത്തങ്ങൾ ചിലപ്പോൾ മറന്നുപോകും. ഭക്ഷണം വിളമ്പാനായിട്ട് ചിലപ്പോൾ ഫ്രൂട്ട്സൊക്കെ വെച്ചിട്ടുണ്ടായിരിക്കും. അപ്പോൾ മറ്റുള്ളവർ പറയും അപ്പുറത്ത് ഫ്രൂട്ട്സ് ഇരിക്കുന്നുണ്ട്, സമയമാകുമ്പോൾ എടുത്ത് കൊടുക്കണം എന്ന് പറയും. പക്ഷെ സമയമാകുമ്പോൾ പീറ്റർ മറന്നുപോകും. അവിടെ ഉണ്ടെന്നുള്ളത് തന്നെ ചിന്തയിൽ പെടില്ല, അവിടെ ഉണ്ടായിരിക്കുകയും ചെയ്യും. പീറ്ററിന് തൻ്റെ ഭക്ഷണകാര്യത്തിൽ ഒരു ശ്രദ്ധയും ഇല്ല. നന്നായിട്ട് ഫീസ്റ്റൊക്കെ വരുമ്പോൾ ആൾ കഴിക്കുക പച്ചക്കറികൾ പുഴുങ്ങിയ സൂപ്പാണ് വലിയ നല്ല ഫുഡായിട്ട് ആൾ കഴിക്കുക. അതുപോലെ ഉണങ്ങിയ റൊട്ടി വെള്ളത്തിൽ മുക്കി കഴിക്കുന്നതാണ് ആൾക്ക് ഇഷ്ടം. അതുപോലെ തന്നെ പ്രാർത്ഥനാരൂപിൽ നോക്കുകയാണെങ്കിൽ രാത്രി മുഴുവൻ ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കും. ചിലപ്പോൾ 1.5 മണിക്കൂർ മാത്രമേ ഉറങ്ങുള്ളൂ. ആ സമയം തന്നെ അവിടെ എവിടെയെങ്കിലും ചാരിയിരുന്ന് പതുക്കെ ജസ്റ്റ് ഒരു ഉറക്കം കിട്ടത്തക്ക വിധത്തിൽ മാത്രമാണ് ഇരിക്കുക. ആദ്യ ദിവസങ്ങളിലൊക്കെ ഭയങ്കര പാടായിരുന്നു, ഉറക്കം വരുമായിരുന്നു. എങ്കിലും ചിലപ്പോൾ ഒറ്റക്കാലിൽ നിൽക്കുന്ന പറയാം. രാത്രിയിലൊക്കെ എഴുന്നേറ്റിട്ട് ഉറക്കം വരാതിരിക്കാൻ വേണ്ടിയിട്ട് മുട്ടിൽ നിൽക്കും, ഒറ്റക്കാലിൽ നിൽക്കും. അത്രമാത്രം തീക്ഷ്ണതയോടെ യേശുവിനോടുള്ള ബന്ധത്തിൽ ആഴപ്പെടാനായിട്ട് തീക്ഷ്ണതയായിരുന്നു. അത്രയും തീക്ഷ്ണതയുള്ള കാരണം തൻ്റെ ജീവിതത്തിലാകമാനം ഒരു ദൈവീകമായിട്ടുള്ള ശക്തി എപ്പോഴും അനുഭവപ്പെട്ടു. തൻ്റെ നോഷിറ്റ് കഴിഞ്ഞിട്ട് ആ ബ്രദർ ആയിരിക്കുമ്പോൾ തന്നെ അവിടെയുള്ള ഒരു ആശ്രമം പണിയുന്നതിനുള്ള ഒരു ചാർജ് കൊടുത്തു. അന്ന് 22 വയസ്സാണ്. വളരെ ഉത്തരവാദിത്വപൂർണ്ണമായിട്ട് തന്നെ അതിൻ്റെ പണികളെല്ലാം നോക്കി പൂർത്തിയാക്കി. അതിനുശേഷം 2 കൊല്ലം കൂടി കഴിഞ്ഞപ്പോൾ പട്ടം കിട്ടി. പട്ടം കിട്ടിയ ശേഷം അവിടെ തന്നെയുള്ള ഒരു ആശ്രമത്തിൽ അതിൻ്റെ ചാർജ് കൊടുത്തു. അപ്പോൾ തൻ്റെ അംഗങ്ങളിൽ ദാരിദ്ര്യാരൂപിയും പരിത്യാഗാരൂപിയൊക്കെ തനിക്ക് നന്നായിട്ട് വളരാനുള്ള ഒരു ആഗ്രഹത്തോടു കൂടി ഒത്തിരി നവീകരണങ്ങൾ അവിടെ വരുത്തുകയുണ്ടായി. തൻ്റെ സമൂഹാംഗങ്ങളെ അധികാര രൂപത്തിലല്ല നയിച്ചത്, ആ സമൂഹത്തിലെ ഏറ്റവും എളിയവനായിട്ട് നിന്നുകൊണ്ടാണ്. എപ്പോഴും പറയും ഒരു അടിമേനെ പോലെ നിന്നു എന്ന് പറയാം. അല്ലെങ്കിൽ ഒരു വേലക്കാരനെ പോലെ എന്താവശ്യമുണ്ട് അതൊക്കെ ചെയ്തു കൊടുക്കുക. അപ്പോൾ ചിലപ്പോൾ
പീറ്റർ അൽക്കാന്തരയുടെ ചിത്രങ്ങൾ കാണുമ്പം ചില ചിത്രങ്ങളിൽ ഇങ്ങനെ ചൂല് പിടിച്ചതുപോലെ ഒരു സിമ്പിൾ ജോലി ചെയ്യുന്ന ചില ചിത്രങ്ങളും കൂടി കാണാം. അതിനുശേഷം സുവിശേഷ പ്രഘോഷണത്തിനായിട്ട് തൻ്റെ ജീവിതം സമർപ്പിച്ചു. ഒരു സ്ഥലത്ത് യേശുവിൻ്റെ സുവിശേഷം പ്രഘോഷിക്കാനായിട്ട് പോകയാൽ ആദ്യം തന്നെ ചെയ്യുക, ആ ഇടവകയിൽ ഒരു കുരിശുരൂപം സ്ഥാപിക്കും, വലിയൊരു കുരിശുരൂപം. അതെന്തിനാന്ന് വെച്ചാൽ ധ്യാനിക്കുന്ന എല്ലാവരും ആ കുരിശിലേക്ക് കണ്ണുയർത്തിയിട്ട് ആ കുരിശ് കാണണം. അതുകൊണ്ടൊരു വലിയ കുരിശാണ് അവിടെ സ്ഥാപിക്കുക. ഈ രീതി പീറ്റർ അൽക്കാന്തര തുടർന്നതിൽ പിന്നെയാണ് മിക്ക സ്ഥലങ്ങളിലും മിക്ക ധ്യാനഗുരുക്കന്മാരും കുരിശ് പിടിച്ച് ധ്യാനിക്കുകയും അല്ലെങ്കിൽ ധ്യാന സ്ഥലത്ത് മിഷൻ കേന്ദ്രങ്ങളിലെല്ലാം കുരിശ് സ്ഥാപിക്കുന്ന ഒരു രീതി നിലവിൽ വന്നത്. വചനം പ്രഘോഷിക്കുമ്പോൾ ദൈവത്തിൻ്റെ സ്നേഹം, കാരുണ്യം എപ്പോഴും പ്രഘോഷിച്ചുകൊണ്ടിരുന്നു. ജ്ഞാനഗ്രന്ഥത്തിൽ നിന്നും, പഴയ നിയമത്തിലെ ജ്ഞാനഗ്രന്ഥത്തിൽ നിന്നും പ്രവചന ഗ്രന്ഥങ്ങളിൽ നിന്നുമുള്ള കൂടുതൽ വചനങ്ങളുടെ ബേസിലാണ് എപ്പോഴും പീറ്റർ അൽക്കാന്തര പ്രസംഗിച്ചുകൊണ്ടിരുന്നത്. ഒത്തിരി പരിത്യാഗവും പ്രായശ്ചിത്തവും എല്ലാം ചെയ്തിട്ടാണ് ധ്യാനം പ്രസംഗിക്കാനായിട്ട് പോവുക. അതുകൊണ്ട് ആളുകൾ കേൾക്കുമ്പോഴേക്കും മാനസാന്തരപ്പെടും, തനിയെ ചേഞ്ച് അവരുടെ ജീവിതത്തിൽ വരും. പീറ്റർ അൽക്കാന്തര ഒന്നും പറഞ്ഞില്ലെങ്കിലും ആൾ അടുത്തുകൂടെ പോകുമ്പോൾ തന്നെ അകലെ നിൽക്കുന്ന ആളുകൾ അവരുടെ മനസ്സിലുള്ള പാപങ്ങളോർത്ത് ഏറ്റുപറഞ്ഞ് ഒരു മാനസാന്തര ജീവിതത്തിലേക്ക് വരുന്ന സംഭവം മിക്കവാറും കാണാറുണ്ട്. ഇതുപോലെ സുവിശേഷമെല്ലാം പ്രസംഗിച്ചതിന് ശേഷം പീറ്ററിന് തോന്നി, എനിക്ക് കൂടുതൽ ഏകാന്തമായ ജീവിതമാണ് താല്പര്യം, അതുകൊണ്ട് അങ്ങനെ ഒരു സൗകര്യം വേണം. അതുകൊണ്ട് അധികാരികളോട് പറഞ്ഞ് ലാഭ എന്നുള്ള ഒരു സ്ഥലത്തേക്ക്, ഏകാന്തമായ അകലെയുള്ള ഒരു സ്ഥലത്തേക്ക് പ്രാർത്ഥനയ്ക്കായിട്ട് പോവുകയാണ്. അവിടെ ദീർഘനാളുകൾ ഏകാന്തതയിലിരുന്ന് യേശുവുമായിട്ട് തൻ്റെ ഹൃദയത്തെ യോജിപ്പിച്ച് ചിലവഴിച്ചു. ആ നാളുകളിൽ ഒരു വലിയ ബുക്ക് എഴുതി, പ്രബന്ധമെഴുതി. അതാണ് വിശ്വപ്രസിദ്ധമായിട്ട് ഒത്തിരിയേറെ വിശുദ്ധരൊക്കെ റെഫർ ചെയ്യുന്ന ഒരു പുസ്തകമായിരുന്നു. അതാണ് പേഴ്സണൽ പ്രാർത്ഥനാ ജീവിതം, വ്യക്തിപരമായ പ്രാർത്ഥനാ ജീവിതത്തിന് വേണ്ട കാര്യങ്ങൾ. ഈ പുസ്തകം യൂറോപ്യൻ ഭാഷകളിലെല്ലാം വിവർത്തനം ചെയ്യപ്പെട്ടിട്ടുണ്ട്. എന്നും എക്കാലത്തും അത് വളരെ മൂല്യമുള്ളവയാണ്. പീറ്റർ അൽക്കാന്തര തൻ്റെ ജീവിതത്തിൽ എപ്പോഴും ശ്രദ്ധിച്ചിരുന്നത് തൻ്റെ ആത്മാവിനെ ദിവ്യനാഥനിലേക്ക് ഉയർത്താനാണ്. ഒരു മിസ്റ്റിക്കൽ ഗുണമാണ് എപ്പോഴും കാണുക. അതുകൊണ്ട് മറ്റു കുറേ വിശുദ്ധർക്കൊക്കെ കാണുന്നത് പോലെ ബൈ ലൊക്കേഷൻ, ഇവിടെ ഇരിക്കുമ്പോൾ അപ്പുറത്ത് വിശുദ്ധനെ കാണുക. അതുപോലെ തന്നെ ലെവിറ്റേഷൻ, തന്നെ പ്രാർത്ഥിച്ച് തന്നെ ഉയർന്നു പോവുക. അങ്ങനെ ചിലർ പറയുന്നത് ഈ വിശുദ്ധൻ ഇങ്ങനെ പ്രാർത്ഥിച്ച് കുറച്ച് കഴിയുമ്പോൾ അങ്ങനെ ഉയർന്നു പോകുന്ന കാണാം. പോയിട്ട് ആ ഉന്നതങ്ങളിൽ അവിടെ ചെല്ലുമ്പോൾ വലിയൊരു പ്രകാശം, സ്വർഗത്തിൽ നിന്ന് പ്രകാശം വരുന്നത് പോലെ ഈ പീറ്റർ അൽക്കാന്തരയിൽ നിന്ന് വലിയ പ്രകാശത്തിൻ്റെ രശ്മികൾ താഴേക്കിങ്ങനെ വരുന്നതായിട്ട് അനുഭവപ്പെട്ടിട്ടുണ്ട്. ചില ദിവസങ്ങളിൽ പീറ്റർ അൽക്കാന്തര പ്രാർത്ഥിച്ച് കഴിയുമ്പോൾ ഭയങ്കര ദൈവസ്നേഹം ഇങ്ങനെ ഹൃദയത്തിൽ നിറഞ്ഞു കഴിയുമ്പോൾ ചിലപ്പോൾ അവിടെ ഇരിക്കാൻ പറ്റില്ല, മൗനമായിട്ടിരിക്കാനും പറ്റില്ല. ഉറക്ക ദൈവസ്തുതി പാടാൻ അങ്ങ് ഉള്ളിൽ നിന്ന് തോന്നും. അപ്പോൾ ചിലപ്പോൾ ഇരിക്കുന്ന സ്ഥലത്ത് നിന്ന് തൻ്റെ ഉറക്കെയുള്ള സ്വരം കേൾക്കാതിരിക്കാൻ വേണ്ടിയിട്ട് അകലങ്ങളിലേക്ക്, വനങ്ങളിലേക്ക് ഓടിപ്പോകും എന്ന്, കൃഷിയിടങ്ങളിലേക്ക് ഓടിപ്പോകും എന്ന് ചരിത്രം പറയുന്നുണ്ട്. പലരും പറമ്പിലൊക്കെ പണിയെടുക്കുന്ന പലരും ഇങ്ങനെ കണ്ടിട്ടുണ്ട്, കേട്ടിട്ടുണ്ട്. വിശുദ്ധന് ഇതുപോലെയുള്ള വലിയ അതീന്ദ്രിതമായ ഗുണങ്ങളുള്ളത് കാരണം എല്ലായിടത്തേക്കും ഈ വിശുദ്ധിയെക്കുറിച്ച് അറിവായി. ഈ വിവരങ്ങളെല്ലാം കേട്ട രാജാവ് പറഞ്ഞു, കൊട്ടാരത്തിലേക്ക് പീറ്റർ വായോ, ഞങ്ങൾക്ക് ദൈവത്തിൻ്റെ സന്ദേശം തരാനായിട്ട് വാ. ജോൺ മൂന്നാമനായിരുന്നു അന്ന് അവിടുത്തെ രാജാവായിട്ട് ഭരിച്ചിരുന്നത്. കൊട്ടാരത്തിലേക്ക് വിളിച്ചു, വണ്ടി കൊടുത്തയക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ പറഞ്ഞു, വാഹനമൊന്നും വേണ്ട, ഞാൻ നടന്നു വരാം. എപ്പോഴും നിഷ്പാദകനായിട്ടാണ്, ചെരുപ്പില്ലാതെയാണ് പീറ്റർ നടന്നു വരിക. അങ്ങനെ കൊട്ടാരത്തിൽ വന്നു. കൊട്ടാരത്തിൽ പീറ്ററിൻ്റെ സാന്നിധ്യം, ആ വചനം, ആ ഒരു ദൈവസ്നേഹത്താൽ നിറഞ്ഞിട്ടുള്ള ആ വാക്കുകൾ കേട്ടപ്പോൾ തന്നെ പ്രഭുക്കന്മാർ, കൊട്ടാരത്തിൽ ജോലി ചെയ്യുന്നവർ, ബന്ധുമിത്രാദികളെല്ലാം തനിയെ തങ്ങളുടെ ജീവിതത്തിൽ വ്യത്യാസം വരുത്തി. രാജാവിൻ്റെ പെങ്ങളായ ഇൻഫൻറ്റ് മരിയ വളരെ പ്രൗഢഗംഭീരമായിട്ടുള്ളൊരു ജീവിതമാണ് നയിച്ചിരുന്നത്. പ്രൗഢിയിലുള്ളൊരു ജീവിതമാണ്, അണിഞ്ഞൊരുങ്ങിയിട്ടുള്ളൊക്കെ
ഇഷ്ടംപോലെ ആഭരണങ്ങളൊക്കെ അണിഞ്ഞിട്ടുള്ളൊരു ജീവിതമാണ് നയിച്ചിരുന്നത്, സാധാരണ പോലെ പ്രഭു കുടുംബങ്ങളിലൊക്കെ ചെയ്യുന്നത് പോലെ. പക്ഷേ വിശുദ്ധനായ പീറ്ററിൻ്റെ സാന്നിധ്യം കണ്ടപ്പോൾ തന്നെ തന്നിൽ ഞാനെന്തൊരു പാപിയാണ്, ഞാൻ എന്തിനാണ് ഇതല്ലല്ലോ വേണ്ടത് എന്നുള്ളൊരു അനുതാപം തന്നെ വന്നിട്ട് വിശുദ്ധൻ്റെ മുമ്പിൽ മുട്ടുകുത്തി ക്ഷമ പറഞ്ഞു. അതിനുശേഷം ഈ പ്രഭുവിൻ്റെ സഹോദരി തൻ്റെ ജീവിതം സന്യാസ ജീവിതത്തിനായിട്ട് സമർപ്പിച്ച് ഒരു സന്യാസിനിയാവുകയാണ്. അവിടെ അടുത്ത് തന്നെ മറ്റൊരു പ്രഭു പറഞ്ഞു, എൻ്റെ മോൻ മരിക്കാറായ പെട്ടെന്നൊരു അസുഖം വന്നിരിക്കുകയാണ്, അതുകൊണ്ട് പീറ്ററിൻ്റെ അടുത്തേക്ക് നമുക്ക് നമ്മുടെ മകനെ കൊണ്ടുപോകാം. അങ്ങനെ പീറ്റർ അൽക്കാന്ദ്രയുടെ അടുത്തേക്ക് തൻ്റെ മകനെ കൊണ്ടുപോകാം, ദൈവത്തിൻ്റെ വലിയ ശക്തിയുള്ള ആളാണെന്ന് പറഞ്ഞ് കൊണ്ടുപോകുമായിരുന്നു. പക്ഷെ കൊണ്ടുപോകുന്ന വഴിക്ക് മകൻ മരിച്ചുപോയി. ഇത് പീറ്റർ അൽക്കാന്ദ്ര അറിഞ്ഞു, മകൻ്റെ അടുത്തേക്ക് വീട്ടിലേക്ക് വന്നു കഴിഞ്ഞിട്ട് ഈ മകന് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കണമെന്നുള്ള വലിയൊരു ദാഹം വന്നു. അപ്പോൾ എല്ലാവരും ചുറ്റും കുറേ പേര് കൂടിയിട്ടുണ്ട്. പീറ്റർ അൽക്കാന്ദ്ര ദിവ്യത്വമുള്ള ഒരു വ്യക്തിയാണ്, എന്തെങ്കിലും ഒരു അത്ഭുതം ഇവിടെ സംഭവിക്കുമെന്ന് കൂടിയവർക്കൊക്കെ അറിയാം. അവരെല്ലാം ഇങ്ങനെ കുറേ പേര് കൂടി വന്നിട്ടുണ്ട് ചുറ്റും. പീറ്റർ അൽക്കാന്ദ്ര ഒരു റൂമിലേക്ക് പോയി, ആ റൂമിൽ ബോഡി കിടത്തി, ആ ബോഡിയുടെ മുകളിൽ കിടന്നിട്ട് കുറേ നേരം ചേർത്ത് വെച്ചു. തൻ്റെ ശരീരം ആ ശരീരത്തോട് ഇങ്ങനെ ചേർത്ത് വെച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് ഇങ്ങനെ കിടന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ മരിച്ചുപോയ തണുത്തുപോയ ആ ശരീരം പതുക്കെ ചൂട് പിടിച്ചു, പതുക്കെ ജീവനായി. അല്പസമയത്തിന് ശേഷം ജീവനോടെ ആ യുവാവ് എഴുന്നേറ്റ് വരികയാണ്. യുവാവ് എഴുന്നേറ്റ് വന്ന് പീറ്റർ അൽക്കാന്ദ്രയെ ചുംബിച്ചു. ഈ രംഗത്തിന് എല്ലാവരും സാക്ഷികളാവുകയാണ്. അങ്ങേക്ക് നന്ദി എനിക്ക് ജീവൻ തന്നതിന്. അപ്പോൾ പീറ്റർ അൽക്കാന്ദ്ര പറഞ്ഞു, ഞാനല്ല, ദൈവമാണ്, നിങ്ങളുടെ വിശ്വാസം കൊണ്ടാണ്. അതാ പീറ്റർ അൽക്കാന്ദ്രയുടെ പ്രത്യേകത. ഒന്നും താനാണെന്ന് പറയുകയില്ല, എപ്പോഴും വളരെ എളിമയാണ്. എന്നിട്ട് ഈ യുവാവിനോട് പറഞ്ഞു, മകനെ, നിൻ്റെ ജീവിതം നീ ദൈവത്തിന് വേണ്ടിയിട്ട് പൂർണ്ണമായിട്ട് സമർപ്പിക്കുക. അങ്ങനെ ആ യുവാവ് തൻ്റെ ജീവിതത്തെ ദൈവത്തിന് വേണ്ടിയിട്ട് സമർപ്പിച്ചു. തുടർന്ന് ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് സുവിശേഷ പ്രസംഗത്തിന് പീറ്റർ അൽക്കാന്ദ്ര പോകുമ്പോൾ നദി കടക്കാൻ പറ്റാത്ത അവസ്ഥ. എന്തു ചെയ്യും, എനിക്ക് അങ്ങോട്ട് കടക്കാൻ പറ്റില്ലല്ലോ, ദൈവമേ, വെള്ളം കൂടി വരികയാണല്ലോ എന്ന് മനസ്സിൽ വിചാരിക്കലും അല്പസമയം കഴിഞ്ഞിട്ട് നോക്കിയപ്പോൾ പീറ്റർ അൽക്കാന്ദ്ര അവിടെ എത്തി. ഇപ്പുറത്ത് നിന്ന ആള് ഒരു വലിയ ശക്തിയുണ്ട്, എങ്ങനെയാണെന്നറിയില്ല, അവിടെ അപ്പുറത്താണ്, നദി കടന്ന് അവിടെ എത്തി. അങ്ങനെ ഒത്തിരിയേറെ സംഭവങ്ങൾ തൻ്റെ ജീവിതത്തിൽ അത്ഭുതങ്ങളായിട്ട് ആർക്കൊക്കെ വേണ്ടി പ്രാർത്ഥിക്കുന്നുവോ അവരൊക്കെ സൗഖ്യമാകുന്നു. അങ്ങനെ ഒത്തിരിയേറെ സംഭവങ്ങൾ നടക്കുന്നു. ഈ കാലഘട്ടത്തിൽ പീറ്റർ അൽക്കാന്ദ്രയെ അവരുടെ സന്യാസ സമൂഹത്തിലെ പ്രൊവിൻഷ്യൽ ആയിട്ട് അവർ അധികാരം നൽകുകയാണ്. ആ കാലഘട്ടത്തിൽ പീറ്റർ അൽക്കാന്ദ്ര അവരുടെ പ്രൊവിൻഷ്യൽ സുപ്പീരിയറായിട്ട് അധികാരമേൽക്കുകയാണ്. അങ്ങനെ അധികാരിയായപ്പോൾ ആദ്യത്തെ ശ്രദ്ധ തൻ്റെ സമൂഹാംഗങ്ങളെ മുഴുവനും വലിയൊരു ചൈതന്യത്തിലേക്ക് വരണം, ഒത്തിരിയേറെ പുതിയ കാര്യങ്ങൾ എങ്ങനെ വേണമെന്നൊക്കെ തൻ്റെ സമൂഹത്തിൽ പറഞ്ഞു. പക്ഷേ അവരാരും ഇതിനോട് യോജിക്കുന്നില്ല, കേൾക്കുന്നില്ല. അവിടെ ഒരു ഭിന്നതയായി. അപ്പോൾ പീറ്റർ അൽക്കാന്ദ്ര പറഞ്ഞു, എനിക്ക് പറ്റിയ പണിയല്ല ഇത്, എനിക്കിത് വേണ്ട, എനിക്ക് ഈശോയോട് യോജിച്ച ഒരു പരിഹാര ജീവിതമാണ് എനിക്ക് താല്പര്യം, അതുകൊണ്ട് വീണ്ടും സുപ്പീരിയേഴ്സ് ഞാൻ ഇതിൽ നിന്ന് റിസൈൻ ചെയ്യാമെന്ന് പറഞ്ഞിട്ട് ആ അധികാരത്തിൽ നിന്ന് ഒഴിവെടുത്ത് മാറി. പിന്നീട് കുറച്ചും കൂടി ഏകാന്തമായ സ്ഥലത്ത്, പോർച്ചുഗലിൻ്റെ തന്നെ മറ്റൊരു പർവ്വത പ്രദേശത്ത്, അവിടെയുള്ള ഒരു സ്ഥാപനത്തിൽ, ഒരു ഫ്രയേഴ്സിൻ്റെ തന്നെ മറ്റൊരു പരിശുദ്ധ മാതാവിൻ്റെ പേരിൽ അറിയപ്പെടുന്ന ഒരു സഭ ആ സമൂഹത്തിൽ താമസിക്കുകയാണ്. അന്ന് ജോൺ ഓഫ് ദ ക്രോസിനെയും കൂടി പരിചയപ്പെട്ടിരുന്നു. ജോണും തൻ്റെ കൂടെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇവർ രണ്ടുപേരും കൂടിയാണ് പുതിയ സമൂഹത്തിൽ അവരുടെ കൂടെ താമസിക്കുകയാണ്. അവിടുത്തെ രീതി എങ്ങനെയാണെന്ന് വെച്ചാൽ ചെരുപ്പിടില്ല, ഫുൾ ടൈം പ്രയറിലാണ്, 8 മണിക്കൂറൊക്കെ ഇങ്ങനെ അടുപ്പിച്ചിങ്ങനെ ഇരിക്കും, വളരെ ഏകാന്തമാണ്. അങ്ങനെയുള്ള ജീവിത രീതി അതവർക്ക് ഇഷ്ടപ്പെട്ടു. ഇവരുടെ ഈ ജീവിത രീതി കണ്ടിട്ട് ആ പ്രദേശങ്ങളിലൊക്കെയുള്ള, പോർച്ചുഗലിൽ, സ്പെയിനിൽ, സമീപ പ്രദേശങ്ങളിലൊക്കെയുള്ള ധാരാളം യുവാക്കൾ ഈ സമൂഹത്തിലേക്ക് ആകർഷിക്കപ്പെട്ടു വന്നു.
അങ്ങനെ വന്നപ്പോൾ ഇവർ പുതിയതായിട്ട് വന്നിട്ടുള്ള യുവാക്കൾക്കൊക്കെ വേണ്ടിയിട്ട് ഒരു സമൂഹം രൂപപ്പെടുത്താമെന്ന് വെച്ചിട്ട് ഒരു പുതിയ സമൂഹത്തിന് രൂപം കൊടുക്കാനുള്ള ശ്രമത്തിലായി. അവർ പഠിപ്പിച്ചു, നോവിസസ് ഒക്കെ ആയി, കുട്ടികളെ പഠിപ്പിച്ചു, ബ്രദേഴ്സിനെ അവരെ പഠിപ്പിച്ചു. ഇവർക്ക് അംഗീകാരം കിട്ടാൻ വേണ്ടിയിട്ട് സുപ്പീരിയേഴ്സിൻ്റെ അടുത്ത് ചെന്നപ്പം ഇവരിൽപ്പെട്ട ഓർഡറുകാർ ഇവർക്ക് അംഗീകാരം കൊടുക്കുന്നില്ല, വേറെ ഏതെങ്കിലും ഓർഡറിൽ ആയാൽ മതി എന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെയാണെങ്കിൽ മാർപ്പാപ്പയോട് അങ്ങനെ പറഞ്ഞു. അപ്പോൾ മാർപ്പാപ്പ പറഞ്ഞു ഫ്രാൻസിസ്കൻസിൽ, കൺവെൻച്വൽസിൽ, അതിൻ്റെ ഒബ്സർവൻസിൽ, അതിൻ്റെയൊക്കെ ഒരു ഉപവിഭാഗമായിട്ട് അങ്ങനെ അംഗീകാരം തരാമെന്ന് പറഞ്ഞു. അങ്ങനെ മാർപ്പാപ്പേനെ കണ്ട് തിരിച്ചു വരുന്ന വഴിക്ക് മാർപ്പാപ്പനെ കണ്ട് തിരിച്ച് ആശ്രമത്തിൽ വന്നപ്പോൾ, അപ്പോൾ കുറച്ച് സമയം എടുത്തിട്ടാണ് മാർപ്പാപ്പനെ നടന്ന് ചെന്ന് കണ്ടേ. അതായത് വാഹനങ്ങളൊന്നും ഉപയോഗിക്കാതെ തന്നെ നഗ്നപാതനായിട്ട് നടന്ന് അവിടം വരെ. അപ്പോൾ സമയമെടുത്തു. തിരിച്ചു വരുമ്പോൾ ഈ ആശ്രമത്തിൻ്റെ അവിടെ കാണുന്നത് തൻ്റെ കൂട്ടുകാരൻ ആശ്രമം പോലെ സെല്ലുകൾ ഉണ്ടാക്കി വെച്ചിരിക്കുക. അപ്പോൾ താൻ എങ്ങനെയാണോ പുതിയ ആശ്രമം പണിയണമെന്ന് മനസ്സിലാഗ്രഹിച്ചത് അതേ രൂപത്തിൽ ആളുകളെയൊക്കെ സംഘടിപ്പിച്ച് സെല്ലുകൾ എന്ന് പറഞ്ഞാൽ കല്ലറയുടെ അത്രയും അതിനേക്കാളും ഒരു ഡബിൾ ഇരട്ടി വലിപ്പം ഉണ്ടായിരിക്കും. അപ്പോൾ അതിനകത്ത് പറയണത് കട്ടിൽ എന്തെങ്കിലും ഇട്ട് കഴിഞ്ഞാൽ, കിടക്കാനുള്ള എന്തെങ്കിലും ഇട്ട് കഴിഞ്ഞാൽ പിന്നെ പകുതി സ്ഥലമേ, കുറച്ച് സ്ഥലമേ ഉള്ളൂ, ശരിക്കൊരു കല്ലറ പോലെ തോന്നിക്കുന്ന പറഞ്ഞ് സെല്ല്. അപ്പോൾ അങ്ങനെ ഉണ്ടാക്കാൻ കാരണം ഈ ജീവിതം താൽക്കാലികമാണെന്നും നമ്മൾ മരിക്കുമെന്നുമുള്ള ഒരു ചിന്തയിൽ ജീവിച്ചാൽ നമ്മൾ നന്മ ചെയ്ത് ജീവിക്കും. ആ ഒരു ഐഡിയ വെച്ചിട്ടാണ് ഇതുണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ പുതിയ സമൂഹാംഗങ്ങൾ അവർ കുറേശ്ശെ പേരാണ് ഓരോ സെല്ലുകളിൽ അങ്ങനെ ഉള്ളത്. ഒരു സമൂഹം പല സെല്ലുകൾ കൂടിയിട്ടാണ് അങ്ങനെ ഒരു സമൂഹമായിട്ട് അവർ രൂപപ്പെട്ടു. അങ്ങനെ രൂപപ്പെട്ടെങ്കിലും കുറച്ച് കഴിഞ്ഞപ്പോൾ അധികാരികൾ ഇവരുടെ ഈ സെപ്പറേറ്റ് ആയിരുന്ന ഈ സമൂഹത്തിന് അംഗീകാരം നൽകാതെ ഉള്ള സമൂഹത്തിലേക്ക് തന്നെ ഇവരെ ലയിപ്പിച്ചു. അപ്പോൾ അങ്ങനെ വന്നപ്പോൾ അവർക്ക് ഭയങ്കര വിഷമമായി. വേറെ ഒരു ആധ്യാത്മികതയിൽ ആരംഭിച്ചതിനെ ഇങ്ങനെ ലയിപ്പിച്ചല്ലോ. ഇവിടെ അംഗങ്ങൾക്ക് വിഷമമായി, മുമ്പുണ്ടായിരുന്ന അംഗങ്ങൾക്ക് വിഷമമായി, ഭിന്നതയായി. പീറ്റർ പറ്റിച്ചതുപോലെ ഇരിക്കുന്നത്, പീറ്റർ അൽക്കാന്തര പറ്റിച്ചല്ലോ തങ്ങളെ എന്നുള്ളൊരു വിചാരം അവർക്ക് വന്നു. ദേഷ്യമായി പീറ്റർ അൽക്കാന്തരയോട്. നല്ല ഉദ്ദേശത്തിലാണ് പീറ്റർ അൽക്കാന്തര ചെയ്തത്. പക്ഷെ ഇങ്ങനെ വന്നപ്പോൾ എല്ലാവരും എതിരായിട്ട് പറയാത്ത വാക്കുകളിൽ പറയണ വഞ്ചകൻ, അഹങ്കാരി, ഞങ്ങളെ ദ്രോഹിച്ചവൻ, പറ്റിച്ചവൻ എന്നൊക്കെ പറഞ്ഞിട്ട് വലിയ വലിയ വാക്കുകളൊക്കെ പറഞ്ഞു. ഇതെല്ലാം പീറ്റർ അൽക്കാന്തര കേൾക്കുകയാണ്. ഇതൊക്കെ കേട്ടെങ്കിലും ക്ഷോഭിക്കാതെ സാരമില്ല, ദൈവഹിതം. അപ്പം ഇങ്ങനെ പറഞ്ഞു, സഹോദരങ്ങളെ നിങ്ങളെൻ്റെ മനസ്സ് മനസ്സിലാക്കണം, ഞാൻ നല്ല ഉദ്ദേശത്തിലാണ് ചെയ്തത്. ഇത് ദൈവത്തിൻ്റെ ഹിതമാണെങ്കിൽ ഇത് നടക്കും, അല്ല എങ്കിൽ അതില്ലാതെ പോകും. ദൈവത്തിൻ്റെ ഇഷ്ടം പോലെ നടക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ദൈവത്തിൻ്റെ ഇഷ്ടത്തിന് വിട്ടുകൊടുക്കുകയാണ്. ഇങ്ങനെ കുറേ അപമാന വാക്കുകളെല്ലാം പീറ്റർ അൽക്കാന്തര കേട്ടതുകൊണ്ടും അതിനെല്ലാം പോസിറ്റീവായിട്ട് സമീപിച്ചതുകൊണ്ടും നന്നായിട്ട് തന്നെ അതിനോടൊക്കെ പ്രതികരിച്ചതുകൊണ്ടും അന്നത്തെ കാലത്തൊക്കെ ഒരു വാക്കിങ്ങനെ പറയും, അപമാനം സ്വീകരിക്കുകയാണെങ്കിൽ അത് പീറ്റർ അൽക്കാന്തരയെ പോലെ സ്വീകരിക്കണം, അത്ര പോസിറ്റീവായിട്ട് അതിനെ സ്വീകരിക്കണം, ശത്രുതയില്ലാതെ സ്വീകരിക്കണമെന്ന്. തുടർന്ന് ആവിലയിലേക്ക് പീറ്റർ അൽക്കാന്തര പോവുകയാണ്. ആവില നമുക്കറിയാം അമ്മ ത്രേസ്യയുടെ സ്ഥലമാണ്. അന്ന് അമ്മ ത്രേസ്യ വളരെയധികം ക്രൈസിസിലൂടെ കടന്നു പോരുന്ന കാലഘട്ടമാണ്. തന്നെ ആരും മനസ്സിലാക്കുന്നില്ല. താൻ ദൈവത്തിൽ നിന്നാണെന്ന് പറഞ്ഞ് കൊണ്ടുവരുന്ന ചിന്തകളെയും തൻ്റെ ദർശനങ്ങളെയെല്ലാം സമൂഹവും തെറ്റിദ്ധരിക്കുന്നു. അങ്ങനെ ഇരിക്കുന്ന കാലഘട്ടത്തിലാണ് ആവിലയിലേക്ക് പീറ്റർ അൽക്കാന്തര ചെല്ലുന്നത്. പീറ്റർ അൽക്കാന്തരയോട് ആവിലയിലെ ത്രേസ്യ തൻ്റെ കാര്യങ്ങളെല്ലാം ഷെയർ ചെയ്തു. പീറ്റർ അൽക്കാന്തര ഒത്തിരി പേരുടെ കുമ്പസാരക്കാരനാണ്. ആരെയും കേൾക്കും, എല്ലാം മനസ്സിലാകും, ദൈവിക രഹസ്യങ്ങളെ തിരിച്ചറിയാനുള്ള ഒരു പ്രത്യേക കഴിവുണ്ട്. അപ്പോൾ അമ്മ ത്രേസ്യയിൽ നിന്ന് വന്ന എല്ലാ കാര്യങ്ങളും, ഈ പ്രത്യേകതകളെല്ലാം അത് റിയലാണ്, ഉന്നതങ്ങളിൽ നിന്നുള്ളതാണ്, ദൈവികമാണ് എന്നുള്ളത് എല്ലാവർക്കും വ്യക്തമാക്കി കൊടുത്തു. അമ്മ ത്രേസ്യ തൻ്റെ ജീവിതത്തിൽ ഇങ്ങനെ പറയുന്നുണ്ട്, പീറ്ററിനെ പരിചയപ്പെട്ടത് വെച്ച് പറയുന്നുണ്ട്, ഞാൻ രൂപം കൊടുത്ത അല്ലെങ്കിൽ പുതിയ സഭയ്ക്ക് അല്ലെങ്കിൽ പുതിയ രീതികൾക്ക് രൂപം കൊടുക്കാനായിട്ട് ഏറ്റവും സഹായം നൽകിയത് പീറ്റർ അൽക്കാന്തരയാണ്. പീറ്റർ അൽക്കാന്തര തൻ്റെ ജീവിതത്തിൽ ഉടനീളം ത്യാഗപൂർണമായി 40 വർഷത്തോളം ത്യാഗപൂർണമായ ജീവിതമാണ് നയിച്ചത്.
അതിൽ 20 വർഷവും തൻ്റെ ശരീരത്തിൽ മുള്ളുകൊണ്ടുള്ള അരഞ്ഞാണം തൻ്റെ ശരീരത്തോട് ചേർത്ത് കെട്ടിവച്ചിരുന്നു. അങ്ങനെ കെട്ടിവെച്ചിട്ട് അതിൻ്റെ മുറിവുകൾ പോലും ഉണ്ടായെന്ന് പറയാം. ഇത്രമാത്രം ത്യാഗം ചെയ്തതുകൊണ്ടാണ് ഇത്രമാത്രം ദൈവികമായിട്ടുള്ള കൃപകൾ ലഭിച്ചത്. പീറ്റർ അൽക്കാന്ദ്ര തുടർന്ന് തൻ്റെ ദൗത്യമെല്ലാം പൂർത്തിയാക്കി മരണത്തിലേക്ക് അടുത്തു വരികയാണ്. തൻ്റെ ഉള്ളിൽ ദൈവം പറയുകയാണ്, അങ്ങോട്ട് പോകാനുള്ള സമയമായിക്കൊണ്ടിരിക്കുന്നു, നിത്യസമ്മാനത്തിനായിട്ട് പുറപ്പെടാനുള്ള സമയമായിക്കൊണ്ടിരിക്കുന്നു. തൻ്റെ ജീവിതത്തെ പൂർണ്ണമായിട്ടും കാഴ്ചവെച്ച് പ്രാർത്ഥിച്ച് കിടക്കുകയാണ്. അവസാന ദിവസങ്ങളിൽ താൻ രോഗത്താൽ പീഡിപ്പിക്കപ്പെട്ട് വേദനിച്ചിങ്ങനെ കിടക്കുമ്പോൾ വെള്ളം കുടിക്കാൻ കൊടുത്തു സഹോദരങ്ങൾ. അപ്പോൾ പീറ്റർ അൽക്കാന്ദ്ര പറഞ്ഞു, എനിക്ക് വെള്ളം വേണ്ട, കാരണം കർത്താവ് കുരിശിൽ ദാഹിച്ചാണ് മരിച്ചത്, അതുകൊണ്ട് എനിക്ക് വെള്ളം വേണ്ട. അങ്ങനെ അത്രമാത്രം ദൈവത്തോടിങ്ങനെ ചേർന്നുകൊണ്ടിരുന്നു. ആ സമയത്ത് തൻ്റെ ആത്മാവിനെ നിത്യമണവാളിൻ്റെ അടുത്തേക്ക് കൊടുക്കാനുള്ള സമയമായി എന്നുള്ളിൽ ഫീൽ ചെയ്തു. സ്വർഗത്തിൽ നിന്ന് പരിശുദ്ധ അമ്മയും വിശുദ്ധ യോഹന്നാൻ ശ്ലീഹായും കൂടി വന്ന് തൻ്റെ ആത്മാവിനെ നിത്യസമ്മാനത്തിനായിട്ട് ദൈവസന്നിധിയിലേക്ക് ഉയർത്തി കൊണ്ടുപോയി എന്നാണ് ചരിത്രത്തിൽ പറയുക. 1662 63-ാമത്തെ വയസ്സിലാണ് ഒക്ടോബർ 18-ാം തീയതി തൻ്റെ ആത്മാവിനെ ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് വിശുദ്ധൻ സമർപ്പിക്കുന്നത്. ജീവിതത്തിലുണ്ടായിരുന്ന അതേ അത്ഭുത പ്രവൃത്തി മരണശേഷവും 5-6 പേരെ ഉയർപ്പിച്ചു എന്ന് പറയുന്നത്. അമ്മത്രേസ്യയുടെ കാലഘട്ടത്തിൽ പറയുന്നുണ്ട്, അമ്മത്രേസ്യയ്ക്ക് വിശുദ്ധൻ പ്രത്യക്ഷപ്പെട്ടു ഒരു ദിവസം മരിച്ചതിന് പിന്നെ പ്രത്യക്ഷപ്പെട്ടിട്ട് പറഞ്ഞു, സ്വർഗത്തിൽ നിന്ന് ഞാൻ കൃപകൾ വർഷിക്കുന്നു, എൻ്റെ ജീവിതത്തിൽ ഞാൻ ചെയ്ത ത്യാഗങ്ങളാണ് ഈ സ്വർഗീയ മഹത്വത്തിന് കാരണമായിട്ട് തീർന്നത് എന്ന് സാക്ഷ്യപ്പെടുത്തുകയുണ്ടായി. തുടർന്ന് 1662 പോപ്പ് ഇദ്ദേഹത്തെ വിശുദ്ധനായിട്ട് പ്രഖ്യാപിക്കുകയാണ്. വിശുദ്ധൻ കുമ്പസാരത്തിൻ്റെ മധ്യസ്ഥനാണ്, ആത്മീയ ജീവിതത്തിൻ്റെ മധ്യസ്ഥനാണ്. ആർക്കെല്ലാം എന്തെല്ലാം സഹായം വേണമോ, മാനസാന്തരത്തിലേക്ക് ആൾക്കാരെ നയിക്കണമോ, വിശുദ്ധൻ്റെ മധ്യസ്ഥം നമ്മുടെ കൂടെയുണ്ട്. എല്ലാ പ്രാർത്ഥനകൾക്കും സ്വർഗത്തോട് നമുക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കാനായിട്ട് കൂടെയുള്ള വിശുദ്ധൻ്റെ മാധ്യസ്ഥം, വിശുദ്ധ പീറ്റർ അൽക്കാന്ദ്രയുടെ മധ്യസ്ഥം നമുക്ക് ചോദിക്കാം. വിശുദ്ധനെ പോലെ യേശുവിനോടുള്ള ബന്ധം, യേശുവിൻ മഹത്വത്തിനായിട്ട് ജീവിക്കാനുള്ള, ദൈവമഹത്വത്തിനായിട്ട് ജീവിക്കാനുള്ള വലിയ താല്പര്യത്തിൽ നമുക്ക് വളരാം. നമ്മെ എവിടെയാണോ ദൈവം വയ്ക്കുന്നത് അവിടെയെല്ലാം ദൈവത്തിൻ്റെ ഇടപെടൽ കണ്ടുകൊണ്ട് ദൈവികമായിട്ട് ജീവിക്കാനായിട്ട് നമുക്ക് നമ്മെ തന്നെ സമർപ്പിക്കാം. വിശുദ്ധ പീറ്റർ അൽക്കാന്ദ്ര നമ്മുടെ എല്ലാ നിയോഗങ്ങളിലും, പ്രത്യേകിച്ച് പീറ്റർ അൽക്കാന്ദ്ര പാപികൾക്ക് വേണ്ടിയൊക്കെ എല്ലായ്പ്പോഴും പ്രാർത്ഥിക്കാനും മധ്യസ്ഥം വഹിക്കാനായിട്ടും തയ്യാറാണ്. നമ്മുടെ എല്ലാ നിയോഗങ്ങളും വിശുദ്ധൻ്റെ മധ്യസ്ഥതയിലൂടെ ഈശോയ്ക്ക് സമർപ്പിക്കാം. ദൈവം സമർത്ഥമായിട്ട് നമ്മെ അനുഗ്രഹിക്കട്ടെ.